കോടതിയലക്ഷ്യ ഹർജിയിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്ന് ഹൈക്കോടതി. സത്യവാങ്മൂലം സമർപ്പിക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്ററിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്നത് മാർച്ച് 3 മാറ്റി. വിവരങ്ങളുമായി ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, മറ്റെന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? വർഷ ഇന്ന് 4 മണിക്ക് കോടതിയിൽ ഹാജരാകണം എന്നുള്ളതായിരുന്നു ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് നേരിട്ട് ഹൈക്കോടതിയിലെത്തിയത്. കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഹാജരായിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്ന് ഗോവിന്ദൻ മാസ്റ്റർ അറിയിക്കുകയായിരുന്നു. പകരം അഭിഭാഷകൻ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാം എന്ന് കോടതി അറിയിച്ചു. 3 ആഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാം എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. അതേസമയം സംസ്ഥാന പോലീസ് മേധാവി അധിക സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നും കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. നേരത്തെ സത്യവാങ്മൂലം സമർപ്പിച്ചതാണ്. പക്ഷേ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തരത്തിൽ ഇനി നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ, ഇങ്ങനെ വഴിയടച്ചുള്ള നടപടികൾ, അത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കാം എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഒരു അധിക സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPI നേതാവ് ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇത്തരത്തിൽ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായി നേരിട്ട് ഹാജരായിരുന്നു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. ഫെബ്രുവരി 10 എല്ലാവരോടും നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ CPM സമ്മേളനം നടക്കുന്നതിൻ്റെ ഭാഗമായി അന്ന് ഹാജരാകുന്നതിൽ നിന്ന് അസൗകര്യം അറിയിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് നേരിട്ട് ഹാജരാകാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ നേരിട്ട് ഹാജരാകുകയും ചെയ്തത്. ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹർജി ഇനി അടുത്ത മാസം 3 പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.